ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ പറഞ്ഞ മാതിരി ഇന്ന് നല്ല സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. സന്തോഷത്തിൻ്റെ കാരണം ഇതാട്ടോ, ഈ അടുപ്പ്. അപ്പോൾ നമ്മൾ ഒരു പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിയതാണ്. അപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് പുതിയ ഗ്യാസ് സ്റ്റൗ വാങ്ങിത്തരാമെന്ന് പറയണത്, വർഷങ്ങളായി. അപ്പോൾ ഞാൻ പഴയത് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഇത് മാറ്റി വയ്ക്കും. അങ്ങനെ നീണ്ടുപോയതാണ്. അപ്പോൾ ഇതിങ്ങനെ ഡബിൾ ട്രേ ഒക്കെ ഉള്ള ഗ്യാസ് സ്റ്റോപ്പാണ് കേട്ടോ. അപ്പോൾ തിളച്ചൊക്കെ ചാടുകയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ട്രേ എടുത്ത് കഴുകി ക്ലീനാക്കി വയ്ക്കാം. പാലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തിളച്ചൊക്കെ ചാടുകയാണെങ്കിൽ. പ്രീതിയുടെയാണ്, ജംബോ സൈസിലുള്ളതാണ്. അങ്ങനെ ഗ്യാസ് നമ്മളിത് വീട് വച്ച് താമസം തുടങ്ങിയ സമയം മുതലേ പറയണതാണ് നമുക്ക് പുതിയ അടുപ്പ് വാങ്ങി മോഡൽ അടുപ്പൊക്കെ വാങ്ങാമെന്ന്. പിന്നെ ഓരോന്ന് വരുമ്പോൾ നമുക്ക് ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ ആവശ്യം അങ്ങോട്ട് മാറ്റി വയ്ക്കും. അത് നടക്കട്ടെ, ഇപ്പോൾ ഒരെണ്ണം ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ അതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇപ്പോഴാണ് അതിന് സമയം വന്നത്. അങ്ങനെ എനിക്ക് പുതിയ ഗ്യാസിൻ്റെ സ്റ്റൗ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിലേക്ക് പാലാട്ടോ തിളപ്പിക്കാൻ വെച്ചത്. ഇത് ഇന്നലെ കൊണ്ടുവന്നതാണ്. ഇന്നലെ രാത്രി ഫിറ്റ് ചെയ്തു. ഇന്ന് രാവിലെ ഇപ്പോൾ എനിക്ക് എന്തായാലും ചായ ഇടണം. അപ്പോൾ അതിൻ്റെ പാലാണ് വെച്ചേക്കണത്. പാലൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാനതെടുത്ത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ട് ചായയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒരു ചായ കുടിയോടുകൂടിയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്യണത്. അങ്ങനെ പിന്നെ ചായയൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ഗ്യാസ് സ്റ്റൗ കിട്ടിയേക്കണതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ എല്ലാവരും അടുക്കളയിലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുക്ക് ചെയ്യണ സമയത്ത് ആരും ഉണ്ടാവാറില്ല. ഇപ്പോൾ എല്ലാവരും ഞാൻ എന്താ ചെയ്യണതെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് തിളച്ച് ചാടിയാൽ എനിക്ക് ഇനി അത് ക്ലീനാക്കലും ഇതൊക്കെ ഒരു ജോലിയാണ്. അപ്പോൾ ഞാനും സൂക്ഷിച്ച് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവരെന്നെ കളിയാക്കണുണ്ട്. പിന്നെ ചായയൊക്കെ കുടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇന്ന് കടലക്കറി ഉണ്ടാക്കി ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കറി ആദ്യം തന്നെ റെഡിയാക്കി എടുത്തതാണ്. അങ്ങനെ പിന്നെ ഇടിയപ്പവും റെഡിയാക്കി എടുത്തു. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയാണ്. ഇടിയപ്പം ഉണ്ടാക്കണ ദിവസം ഒന്നെങ്കിൽ കടലക്കറി, അല്ലെങ്കിൽ മുട്ടക്കറി, അല്ലെങ്കിൽ ഇറച്ചിക്കറി, അങ്ങനെയായിട്ട് കോമ്പിനേഷൻ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്ക് മീൻ വാങ്ങിയിട്ടുണ്ടായി. പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നിന്നു. ഇതാട്ടോ ഇന്ന് കിട്ടിയ മീൻ. ഇതിന് സിലോപ്പി എന്നാണ് ഇവിടെ പറയണത്. തിലാപ്പിയ എന്നൊക്കെ പറയും. ആ മീനാണ്. ഞാൻ പിന്നെ പോയി അതൊക്കെ ക്ലീൻ ചെയ്തിട്ടൊക്കെ വന്നു. ഫ്രൈ ചെയ്യാനും മാറ്റി വെച്ചു. പിന്നെ ഇതിൻ്റെ ഈ തല മാത്രം എടുത്തിട്ട് ഒരു ചാറുകറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കഷ്ണങ്ങൾ ഫ്രൈയും ചെയ്യാം, തല വെച്ചിട്ട് ഒരു ചാറും ഉണ്ടാക്കാം. ഇവിടെ ചാറ് വയ്ക്കുന്നതിനേക്കാളും ഇഷ്ടം എല്ലാവർക്കും ഫ്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ മീൻ ചാറ് കൂട്ടിയിട്ട് അവർ ഫ്രൈ കൂട്ടിയാണ് കഴിക്കുന്നത്. മീൻ നമ്മൾ വച്ച മീനിൻ്റെ കഷ്ണം വലിയ ആവശ്യമില്ല ആർക്കും. അങ്ങനെ ഞാനത് കറിയാക്കാനായിട്ട് മാങ്ങ ഇട്ടിട്ടാട്ടോ വയ്ക്കണത്. അപ്പോൾ 2 മാങ്ങയും പച്ചമുളകും വേപ്പിലേക്ക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കഷ്ണം അതിൻ്റെ കൂടെ തന്നെ. പിന്നെ തേങ്ങയുടെ കൂടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ഉള്ളിയും കൂട്ടി അരച്ചതാണ്. അരപ്പും നമ്മൾ അരിഞ്ഞു വെച്ച കഷ്ണങ്ങളും മീനിൻ്റെ കഷ്ണങ്ങളും എല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് വേവിക്കാനായിട്ട് വയ്ക്കും. സിമ്പിളായിട്ടുള്ള കറിയാണ്, പക്ഷെ നല്ല ടേസ്റ്റാട്ടോ മാങ്ങ ഇട്ട് വയ്ക്കണോണ്ട് തന്നെ. മാങ്ങ ഇവിടെ നമ്മുടെ നാട്ടിലിപ്പോൾ മാങ്ങയുടെ സീസണൊന്നുമല്ല. ഇതിപ്പോൾ ഞാൻ കടകളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ കടകളിൽ ഇപ്പോഴും മാങ്ങ കിട്ടാനുണ്ട്. അങ്ങനെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട്. ഇതിന് ഉള്ളി അരിഞ്ഞ് താളിക്കുക, ഉലുവയൊക്കെ പൊട്ടിച്ച് താളിക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ചെയ്യണില്ല. കുറച്ച് വേപ്പില ഇട്ടിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വയ്ക്കണുള്ളൂ. അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനായിട്ട് നിന്നു. അപ്പം നമ്മുടെ ഈ അടുപ്പിനകത്ത് മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഇങ്ങനെ ആവണുണ്ട് കേട്ടോ. ഇത് എൻ്റെ ആദ്യത്തെ ഗ്യാസ് സ്റ്റോപ്പിനേക്കാളും കുറച്ച് പൊക്കം കുറവുണ്ട് ഇതിന്. വലിയ അടുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മീൻ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈ അടുപ്പ് മൊത്തം ക്ലീൻ ചെയ്യേണ്ട അവസ്ഥയാണ്. മറ്റേ അടുപ്പിന് അത്ര അങ്ങോട്ട് ബാധിക്കേണ്ടായില്ല. ഇത് മൊത്തത്തിൽ അങ്ങനെ എണ്ണമയം ആവണുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നല്ലൊരു പണിയുണ്ടായി. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വൈകുന്നേരമാണ്. അപ്പോൾ ഞാനൊരു ചായയൊക്കെ ഇട്ടതാണ്. പിന്നെ നല്ല മഴയാണ്, പുറത്തിറങ്ങാനേ പറ്റാത്ത മഴയാണ്. അപ്പോൾ പിന്നെ
ഒരു ചായയൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ബേക്കറി കേക്കുകൾ ഉണ്ടായി, അപ്പോൾ അത് കൂട്ടിയിട്ടാണ് ചായയൊക്കെ കഴിച്ചത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.